നമസ്കാരം. ഡിജിറ്റലിയുടെ പുതിയ എക്സ്ക്ലൂസീവ് കോഴ്സായ ലേഡീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ കുറച്ച് FAQ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ബേസിക് ഐഡിയ ആദ്യം തന്നെ ഞാൻ ഷെയർ ചെയ്യാം. കാരണം കുറേ അധികം ആൾക്കാർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് കേട്ടറിവുണ്ടെങ്കിലും അത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു സെഷനിലേക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ്, അത് ചെറുതും ആവാം വലുതും ആവാം, എത്ര ചെറുതും എത്ര വലുതുമായ ഏതൊരു ബിസിനസിനും, അത് എവിടെയോ ആയിക്കോട്ടെ, ഇന്ത്യയോ ഇന്ത്യയുടെ പുറത്തോ ഉള്ള ഏത് ബിസിനസിനും ഓൺലൈൻ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ, ദാറ്റ് മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ടെക്നിക്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബിസിനസിന് വേണ്ടി നമുക്കൊരു മൊബൈൽ റിപ്പയർ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ ഒരു ഷോപ്പ് ഫേസ്ബുക്കിൽ, ആ ഒരു ഷോപ്പിന്റെ പേരിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മളൊരു റീൽ അപ്ലോഡ് ചെയ്യുന്നു, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിസിനസിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നതും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം നമ്മളിപ്പം ഇന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരും ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം ബെസ്റ്റ് മൊബൈൽ ഫോൺ റിപ്പയർ ഷോപ്സ് ഇൻ കൊച്ചി എന്നൊരാൾ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അതാണ് കുറച്ചും കൂടി എവിഡന്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ, യൂട്യൂബിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്ന അഡ്വർടൈസ്മെന്റ്സ് കണ്ടുപോകാറുണ്ട്, ശരിയല്ലേ? അപ്പം ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന കാര്യമാണ്. എല്ലാം മീൻസ് ഓൺലൈൻ ആയിട്ട് ഒരു ബിസിനസിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദിസ് ഫോർ? ആർക്കുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്? ആക്ച്വലി നമ്മളെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് January 2 ഈ കോഴ്സിന്റെ പ്രത്യേകത, ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ആണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാറ്റഗറീസ് ലൈക്ക് ഹൗസ് വൈഫ്സ്, കരിയർ ബ്രേക്ക് വന്ന വുമൻസ്, അല്ലെങ്കിൽ ഓൾറെഡി വർക്കിംഗ് ആയിട്ട് ഒരു ജോബ് സ്വിച്ച് ചെയ്യാൻ നോക്കുന്ന, പുതിയൊരു കരിയർ നോക്കുന്ന വുമൻസ്, ഇവരെ എല്ലാവരെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഡൗട്ട് ആണ്, ഇതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് വേണം? നമ്മൾ കുറച്ച് ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ +2 ഒരു ഡിഗ്രി വൈസ് അക്കാഡമിക് ആയിട്ട് ഇതിൽ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് നിർബന്ധമില്ല എന്ന് പറയാം. അല്ലാതെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിമം ആയിട്ട് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയാം. നമ്മൾ എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ നൈറ്റ് വരെ നമ്മൾ കോമൺ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ കോമൺലി ഇന്റർഫിയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് പലരും ചോദിച്ചു കേൾക്കാറുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. പഠിച്ചെടുക്കാൻ പറ്റും, ഭയങ്കര സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു അംബ്രല്ല ടേമാണ്. ഇതിന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് പഠിച്ച് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ടായിരിക്കത്തില്ല നിങ്ങൾ ജോബിന് കയറുന്നത്. അങ്ങനെ ജോബ് മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാവുക. കാരണം ഇതിന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത്, ഓരോ പ്ലാറ്റ്ഫോംസിലും ഇത് എങ്ങനെ വർക്ക് ചെയ്യണം, ഇങ്ങനെ പല രീതിയിലുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോഴ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര വേരിയന്റ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ്, പഠിക്കുന്നതിലെ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ചിലർ ക്രിയേറ്റീവ് ആയിട്ട് കഴിവുള്ളവർക്ക് ചിലപ്പം ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്കും അല്ലെങ്കിൽ മറ്റ് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സിലേക്ക് പോകാൻ പറ്റും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ കുറച്ച് സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതല്ല, മറ്റു ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ എവാലുവേറ്റിംഗ് ആണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വേണം. കാരണം നമുക്ക് ഒരു ഏരിയ അത്യാവശ്യം നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ പോലും മറ്റൊരു ഏരിയയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. കോഡിംഗ് അറിയണോ? കോഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാവൂ എന്നുള്ളതാണ് ഞാൻ ലാസ്റ്റ് കേട്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിനെ കുറിച്ചിട്ട് യാതൊരു ഡൗട്ടും വേണ്ട. കോഡിംഗ് അറിഞ്ഞാൽ അതൊരു എക്സ്ട്രാ നോളജ് ആയിരിക്കും. കോഡിംഗ് അറിഞ്ഞില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് ഡിജിറ്റൽ മാർക്കറ്റർ ആവാം. നമ്മളുടെ കോഴ്സ് ആക്ച്വലി 45 ഡേയ്സിന്റെ കോഴ്സ് ആണ്. ഇതിലെ 45 ഡേയ്സിൽ 1 to 30 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കോഴ്സ് 1.5 മണിക്കൂർ വെച്ചിട്ട് മൺഡേ ടു ഫ്രൈഡേ ഏതെങ്കിലും 4 ഡേയ്സിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ആ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസിൽ
ഇതിലെ 1.5 മണിക്കൂറിൽ പകുതി സമയം നിങ്ങൾക്ക് തിയറി ക്ലാസ്സസും ബാക്കി പകുതി സമയം പ്രാക്ടിക്കലും ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഒരുപാട് കോഴ്സസ് ഇതിനകം പഠിച്ചവരും ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ളവരും ഒരുപാട് പേര് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കോഴ്സ് പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് പഠിക്കും എന്നാൽ അത് നമുക്കൊരു പ്രൊജക്ട് വൈസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയില്ലായിരിക്കും. നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ചെന്ന് അതിന് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിസ് ലൈക്ക് അതിനകത്ത് തിയറി നമ്മൾ ഉറപ്പായിട്ടും കവർ ചെയ്യും. തിയറിയുടെ ഒപ്പം തന്നെ ഇതെങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഓരോ ദിവസത്തെ ക്ലാസ്സസ് വരിക. എല്ലാ ദിവസവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒരു ടാസ്ക് അസൈൻ ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് ഞങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത്. അതേ സാധനം നിങ്ങൾക്ക് തന്നെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ടാസ്കുകൾ കാണും. 1 to 30 days നമ്മൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ 30 days നിങ്ങൾക്ക് ഒരു മോക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. എന്തിനാണ് ഈ 30 days കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മോക്ക് ഇന്റർവ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഈ 30 days ക്ലാസ് പഠിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇന്റേണൽ ടോപ്പിക്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് വരിക. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു അംബർല ടേം ആണ്. അംബർല ടേം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ 30 days നിങ്ങൾക്ക് കിട്ടുന്ന 15 days ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഈ പഠിച്ച ടോപ്പിക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും. ഒരിക്കലും നമ്മൾ ഒരുമിച്ച് ഇതിലെല്ലാം കൂടി ഇന്റേൺഷിപ്പ് തരും എന്ന് പറയുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് തരാം ലൈക്ക് ഈ 15 ദിവസം എല്ലാ പ്രൊജക്ട്സിലും ലൈക്ക് എല്ലാ ടോപ്പിക്സിലും ഇന്റേൺഷിപ്പ് തരുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങൾക്ക് ഒരു ഏരിയയിൽ പോലും നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആവാൻ പറ്റില്ല. അത്രയും ടോപ്പിക്സ് ഇതിലുണ്ട്. അത്രയും ടോപ്പിക്സിൽ 15 ദിവസം ഒരുമിച്ച് ഇന്റേൺഷിപ്പ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലും അത് എഫക്റ്റീവ് ആവില്ല. ബട്ട് ഇതിൽ നിന്ന് ഒരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്നതെങ്കിൽ അത് 15 ദിവസം കൊണ്ട് നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവുന്നല്ല. ബട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 30 days ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുക ലൈക്ക് ഇതിലെ ഏത് ഏരിയ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്കും നമ്മൾക്കും ഒരുപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ദിസ് ഇന്റർവ്യൂ നിങ്ങൾ ഒരു ഏരിയ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലായിരിക്കും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് വരിക. ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ ഏരിയ നിങ്ങൾ ചൂസ് ചെയ്തു, അതിൽ ഇന്റേൺഷിപ്പ് കിട്ടി, നിങ്ങൾക്ക് മറ്റൊരു ഏരിയ കൂടി ഇൻട്രസ്റ്റഡ് ആണ്, then you can take another internship. അതിന് പേയ്മെന്റ് കാണില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ മറ്റൊരു ഇന്റേൺഷിപ്പ് കൂടി ബാക്കി ചെയ്യാൻ പറ്റും. ലൈക്ക് ലേറ്റർ ഓൺ 15 days കൂടി നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് വേണം, ഓഫ് കോഴ്സ് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യും വിത്തൗട്ട് എനി പേയ്മെന്റ്. അടുത്തതായി നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ സ്ട്രക്ചർ ആണ്. ഇന്റേൺഷിപ്പിന്റെ സ്ട്രക്ചർ ഈസ് ലൈക്ക് നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് ഡമ്മി പ്രൊജക്ട്സിൽ ഇന്റേൺഷിപ്പ് തരില്ല. അതിന്റെ കാരണം അങ്ങനെ ഡമ്മി പ്രൊജക്ട്സിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട്സ് ലൈവായിട്ട് കാണാതെ അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്റേൺഷിപ്സ് എല്ലാം ലൈവ് പ്രൊജക്ട്സിലായിരിക്കും. അങ്ങനെ ലൈവ് പ്രൊജക്ട്സിൽ തരാനുള്ളതിന്റെ കാരണം നമ്മുടെ അക്കാഡമി ഈസ് ബേസ്ഡ് ഓൺ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. അത് 11+ years ആയിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അക്കാഡമി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്ന ഇന്റേൺഷിപ്പ് എല്ലാം ആ ഒരു ഏജൻസിയുടെ ലൈവ് പ്രൊജക്ട്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ 45 days കോഴ്സ് കഴിയുമ്പോൾ ഒരിക്കലും ഒരു കോഴ്സ് ചെയ്തു എന്നുള്ള തോന്നലിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ ഒരു പ്രൊജക്ട് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നു എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഓഫ് കോഴ്സ് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലേറ്റർ ഓൺ നിങ്ങളുടെ ഇന്റർവ്യൂസിൽ വരുമ്പോൾ ഇപ്പൊ നമ്മൾ ആഫ്റ്റർ ദിസ് കോഴ്സ് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ആ സർട്ടിഫിക്കേഷൻസിനകത്ത് ഒരു 6+ months ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വഴി നിങ്ങൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഫ്രഷർ ആണ് എന്നുള്ള ഒരു ഫീൽ വരില്ല. ആ ഒരു 6 month എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു 15 days കൊണ്ട് തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് മാർക്ക് ചെയ്യുന്ന അത് ഒരു വലിയ ഹ്യൂജ് ഡിഫറൻസ് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം തന്നെ അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റലിയുടെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ ഉണ്ട്. ഇതൊന്നും കൂടാതെ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, SEMrush, ഹബ്സ്പോട്ട് ഇങ്ങനെയുള്ള ഫേമസ് ഏജൻസീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫൈഡ് കോഴ്സ് ആണ് നമ്മളുടേത്. മീൻസ് നിങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഗൂഗിളിന്റെ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യിപ്പിക്കും. ആൻഡ് വി വിൽ അസിസ്റ്റ് യു ടു പാസ് ദ എക്സാം. ആഫ്റ്റർ ദിസ് കോഴ്സ് എന്താണ് നിങ്ങളുടെ എന്തായിരിക്കും ലൈക്ക് നമ്മൾ നിങ്ങളെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് തരുമോ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് തരുമോ എന്നുള്ളതാണ് അടുത്തൊരു ഡൗട്ട് ആയിട്ട് തോന്നിയത്. അതിന്റെ ആൻസർ ഈസ് ലൈക്ക് നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് ഫേക്ക് ആയിട്ട് പ്രോമിസ് തരുന്നില്ല. ലൈക്ക് നിങ്ങളെ 100% പ്ലേസ്ഡ് ആക്കും എന്നുള്ളൊരു ഫേക്ക് പ്രോമിസ് നമ്മൾ തരുന്നില്ല. ബട്ട്
നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അൺടിൽ യു ഗെറ്റ് എ ജോബ് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മാക്സിമം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, മാക്സിമം ഇന്റർവ്യൂസ് നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കും. അതിൽ മോക്ക് ഇന്റർവ്യൂസ് റെഗുലർ ആയിട്ടുണ്ടാവും. ഇന്റർവ്യൂ പ്രിപ്പറേഷൻസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അത് ഒരു ജോബ് കിട്ടിയതിന് ശേഷവും നമ്മൾ അങ്ങനെ ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആഫ്റ്റർ ദ ജോബ് ആയിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും കൂടുതൽ ഡൗട്ട്സ് വരിക. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ആക്സസ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഉണ്ടാവുക. അതിൽ കേരളത്തിലെ ഏകദേശം പോകുന്ന ഫേമസ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ അവിടെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളില്ല എങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവൈലബിൾ ആയിരിക്കും. എന്തൊക്കെ ജോലി സാധ്യതകളാണ് ആഫ്റ്റർ ദിസ് കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒന്നാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ലൈക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. സോ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ലൈക്ക് നിങ്ങൾ ഒരു കമ്പനിയിൽ തന്നെ പോയി വർക്ക് ചെയ്യണം അങ്ങനെയില്ല, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇത് കൂടാതെ ഇനി അങ്ങനെയല്ല നിങ്ങൾ ഏജൻസിയിൽ പോയി ഇരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അതിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ആഫ്റ്റർ ദ കോഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങളുടെ റിക്വയർമെന്റ് എങ്ങനെയാണ്, ഇപ്പൊ ചിലര് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ, ചിലർക്ക് കമ്പനിയിൽ പോയി വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ കോഴ്സ് ഫൈനൽ ഡേയ്സ് വരുന്ന സമയത്ത് നമ്മൾ ആ രീതിയിൽ കോഴ്സ് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്, ലൈക്ക് സ്ട്രീം ലൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഫ്രീലാൻസ് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഫ്രീലാൻസിങ് കോഴ്സ് ആയിട്ടും അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വർക്ക് അറ്റ് ഏജൻസി എന്നുള്ള രീതിയിൽ നമ്മൾ കോഴ്സിനെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മളുടെ ബാച്ച് ജാനുവരി 2 എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ഡിജിറ്റലിയുടെ ആദ്യത്തെ ബാച്ച് ആണ് ആക്ച്വലി ലേഡീസിനെ സ്ട്രീം ലൈൻ ചെയ്തുകൊണ്ടുള്ളത്. ആ ബാച്ച് നമുക്ക് ജാനുവരി 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം. ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇന്ന് തന്നെ നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ബാക്കി കാര്യങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.